ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ആപ്പിളെങ്കിലും ഇതുവരെ മടക്കാനാകുന്ന ഡിവൈസുകൾ ഇറക്കാത്ത കമ്പനികളിൽ ഒന്നുകൂടിയാണിത്. എന്നാൽ അതിപ്പോൾ മാറുവാൻ പോവുകയാണ്. ആപ്പിൾ അവരുടെ ആദ്യത്തെ മടക്കാൻ കഴിയുന്ന ഐഫോൺ പുറത്തിറക്കാനുള്ള ഉദ്യമത്തിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സാംസങ്, ഹ്വാവേ, മോട്ടോറോള എന്നീ കമ്പനികളുടെ ചുവട് പിടിച്ചാണ് ആപ്പിൾ ഇപ്പോൾ ഫോൾഡബിൾ ഐഫോണുമായി എത്തുന്നത്. നിർമ്മിതി ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ChatGPTയുടെ സഹായം തേടിയ മെയിൽ ഓൺലൈൻ ഈ പുതിയ ഐഫോൺ ഫ്ലിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് പറയുകയാണ്. ചാറ്റ്ബോർഡിന്റെ ഭാവന അനുസരിച്ച് ഈ അത്യാധുനിക ഉപകരണത്തിന് ഒരു ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. വളരെ നേർത്ത ഒരു ആവരണവും ടൈറ്റാനിയം പോളിഷ് ഫിനിഷിംഗും ഉണ്ടായിരിക്കും. മുഖ്യ എതിരാളിയായ സാംസങ് ഗാലക്സി Z ഫ്ലിപ്പിലേതുപോലെ അതിന് പ്രധാന സ്ക്രീനിന്റെ മധ്യത്തിലൂടെ ഒരു ക്രീസ് ഉണ്ടായിരിക്കും. മാത്രമല്ല, മടക്കിയിരിക്കുമ്പോൾ ഉപയോഗിക്കുവാൻ ഒരു ചെറിയ സ്ക്രീനും ഉണ്ടായിരിക്കും. നവ ആശയങ്ങളും ആപ്പിളിന് സ്വന്തമായ മഹത്തരമായ ഡിസൈൻ തത്വങ്ങളും സന്തുലിതമായി സംയോജിപ്പിച്ചതാണ് ഭാവനയിൽ കാണുന്ന പുതിയ ഐഫോൺ എന്ന് ChatGPT പറയുന്നുണ്ട്. ഉയർന്ന ഗുണനിലവാരമുള്ള പദാർത്ഥങ്ങളും അതുപോലെ ഇന്നവേറ്റീവ് ഫീച്ചറുകളും ഇതിന്റെ രൂപകൽപ്പന മഹത്തരമാക്കുന്നു എന്ന് ChatGPT പറയുന്നു. ഇത് ChatGPT രൂപപ്പെടുത്തിയ ചിത്രമാണെങ്കിലും 2025 ആപ്പിൾ ഫോൾഡബിൾ ഐഫോൺ പുറത്തിറക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആപ്പിൾ ഫോൾഡബിൾ ഫോണുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രചാരത്തിലുള്ള അഭ്യൂഹങ്ങൾ, സാങ്കേതിക വിദ്യയിലെ ട്രെൻഡുകൾ, ചില ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ എന്നിവയെ വിശകലനം ചെയ്താണ് ChatGPT ഈ ചിത്രത്തിന് രൂപം കൊടുത്തത്. സാംസങ് ഗാലക്സി Z ഫ്ലിപ്പിനെ പോലെ തിരശ്ചീനമായി ഇടതുനിന്ന് വലത്തേക്ക് മടക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഫോണും. 2020 സാംസങ് ഈ മോഡൽ പുറത്തിറക്കിയത്. ഫോൾഡബിൾ ഐഫോണിന് ലിഡാർ സ്കാനർ കൂടിയ ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമായിരിക്കും ഉണ്ടാവുക. ആഗ്മെന്റഡ് റിയാലിറ്റി അനുഭവങ്ങൾ നൽകാൻ ഇതിനാകും. ശരത്കാലത്ത് പുറത്തിറക്കിയ ഐഫോൺ 60 സീരീസ് പോലെ ഇതിലും 5G സപ്പോർട്ടുണ്ടാകും. മെച്ചപ്പെട്ട ബാറ്ററി ലൈഫ്, പുതിയ A80 ചിപ്പ് എന്നിവയും ഇതിന്റെ പ്രത്യേകതകളായിരിക്കും. പഴയ രീതിയിലുള്ള ലൈറ്റ്നിംഗ് കണക്ടറുകളുള്ള ഐഫോണിന്റെ 3 മോഡലുകൾ ദിവസങ്ങൾക്കകം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് ആപ്പിൾ പിൻവലിക്കുമെന്ന വിവരവുമുണ്ട്. ഈ വർഷം അവസാനത്തോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിലവിൽ വരുന്ന പുതിയ നിയമ സംവിധാനങ്ങൾ അനുസരിച്ചാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. 2022 യൂറോപ്യൻ യൂണിയൻ എടുത്ത തീരുമാനപ്രകാരം 27 അംഗരാജ്യങ്ങളിലും വിൽക്കുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ C-ടൈപ്പ് ചാർജറുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തായാലും ആപ്പിളിന്റെ ഫോൾഡബിൾ ഐഫോൺ ഉടൻ പുറത്തിറക്കും എന്ന് തന്നെയാണ് സൂചന.